ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപത്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി വാതാലയവാസവിഷ്ണു. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണത്തിലെ 24-ാമത്തെ ദശകത്തിലെ 6-ാമത്തെ ശ്ലോകമാണ് വായിക്കാൻ പോകുന്നത്. നരസിംഹ അവതാരമാണ്. അതിതേഷു ശ്രേഷ്ഠം കിമിതി പരിപൃഷ്ടേന തനയേ ഭവത്ഭക്തിം വര്യാമവിഗതതി പര്യാകുലധൃതിഃ ഗുരുഭ്യോരുഷിത്വാ സഹജമതിരേസ്യേത്യേപി വിദൻ വദോപായനസ്മിനൻ വ്യതനുത ഭവത്പാദശരണേ. അതിതേഷു ശ്രേഷ്ഠ കിം ഇതി പരിപൃഷ്ടേ അത തനയേ ഭവദ്ഭക്തിം വര്യാം അഭിഗതതി പര്യാകുലധൃതിഃ ഗുരുഭ്യഃ രോഷിത്വാ സഹജമതിഃ അസ്യ ഇതി അഭിവിദൻ വദ ഉപായാൻ അസ്മിൻ വ്യതനുത ഭവത്പാദശരണേ. അനന്തരം ഒരു നാൾ നീ പഠിച്ചവയിൽ ശ്രേഷ്ഠമായത് എന്താണ് എന്നിങ്ങനെ മകനോട് ഹിരണ്യകശിപു ചോദിച്ചപ്പോൾ നിൻ ഭക്തി തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് നീ പറയവേ, നിൻ തിരുവടിയോടുള്ള, അതായത് പ്രഹ്ലാദൻ പറഞ്ഞു, മഹാവിഷ്ണുവിനോടുള്ള ഭക്തി തന്നെയാണ് ശ്രേഷ്ഠമായിട്ടുള്ളത് എന്ന് പറയവേ, ആ ഹിരണ്യകശിപുവും ചിത്തം കലങ്ങിയവനായി ഗുരുക്കന്മാരോട് കോപിച്ച് ഇവൻ്റെ സ്വാഭാവിക ബുദ്ധിയാണ് ഇതെന്ന് മനസ്സിലാക്കി അങ്ങയുടെ പാദങ്ങളെ ശരണമായി കരുതിയിരുന്ന ഇവനെ പ്രഹ്ലാദനെ വധിപ്പാനുള്ള ഉപായങ്ങളെ പറ്റി ആലോചിച്ചു തുടങ്ങി. 7-ാമത്തെ ശ്ലോകം. സശൂലൈരാബിദ്ധഃ സ്വബഹു മദിതഃ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈതഷ്ടപി അനശനകര ആഹാരവിദൂതഃ ഗിരീന്ദ്ര അപക്ഷിപ്തപി അഹഃ പരമാത്മനൈ വിഭോ ത്വയി ന്യസ്ത ആത്മത്വാത് കിമപി നിപടാം അഭിജതാം. സശൂലൈ ആവിത്തഃ സുബഹു മദിതഃ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദഷ്ടപി അനശന ഗര ആഹാരവിദൂതഃ ഗിരീന്ദ്രപക്ഷിപ്തഃ അപി അഹഃ പരമാത്മാനൈ വിഭോ ത്വയി ന്യസ്ത ആത്മത്വാത് കിമപി ന നിപീഡാം അപജതാം. സശൂലൈരാബിദ്ധഃ സ്വബഹുമരിതോ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദംഷ്ടോഃ പുണ്യശ ഗരാഹാരവിദുതഃ ഗിരീന്ദ്രോ വക്ഷ്യപ്ത്യോപ്യഹഃ പരമാത്മനൈ വിഭോ ത്വയി ന്യസ്താത്മത്വാത് കിമപി ന നിപീഡാമപജത. ഹേ പരമാത്മസ്വരൂപിയായ പ്രഭോ, അവൻ ശൂലത്താൽ കുത്തപ്പെട്ടു, ദിഗ്ഗജങ്ങളാൽ വളരെയേറെ മർദ്ദിക്കപ്പെട്ടു, ഘോരസർപ്പങ്ങളാൽ കടിപ്പിക്കപ്പെട്ടു. എന്നിട്ടും പട്ടിണി, വിഷാന്ന ഭക്ഷണം എന്നിവയാൽ പീഡിക്കപ്പെട്ടവനായിരുന്നിട്ടും കഷ്ടം മലയുടെ മുകളിൽ നിന്ന് താഴോട്ട് തള്ളപ്പെട്ടവനായിരുന്നിട്ടും അങ്ങയിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടുകൂടിയവനായതുകൊണ്ട് ഒരു വിധത്തിലുള്ള ക്ലേശവും ഉണ്ടായില്ല. ഹേ പരമാത്മസ്വരൂപിയായ പ്രഭു, അവൻ ശൂലത്താൽ കുത്തപ്പെട്ട, അതായത് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ കഥ തന്നെയാണ് പറയുന്നത്. പക്ഷെ പ്രഹ്ലാദ ചരിത്രമാണല്ലോ, പ്രഹ്ലാദനെ പറ്റിയാണ് പറയുന്നത്. ഹേ പരമാത്മസ്വരൂപിയായ പ്രഭു, അവൻ ശൂലത്താൽ കുത്തപ്പെട്ടു, ദിഗ്ഗജങ്ങളാൽ വളരെയേറെ മർദ്ദിക്കപ്പെട്ടു, ഘോരസർപ്പങ്ങളാൽ കടിപ്പിക്കപ്പെട്ടു. എന്നിട്ടും പട്ടിണി, വിഷാന്ന ഭക്ഷണം എന്നിവയാൽ പീഡിപ്പിക്കപ്പെട്ടവനായിരുന്നിട്ടും കഷ്ടം മലയുടെ മുകളിൽ നിന്നും താഴോട്ട് തള്ളപ്പെട്ടവനായിരുന്നിട്ടും അങ്ങയിൽ സമർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവനായതുകൊണ്ട് ഒരു വിധത്തിലുള്ള ക്ലേശവും അവന് ഉണ്ടായില്ല. 7-ാമത്തെ ശ്ലോകം. 8-ാമത്തെ ശ്ലോകം. തദശങ്കാവിഷ്ടഃ സപുനഃ അതിദുഷ്ടഃ അസ്യ ജനകഃ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണേ വരുണപാശൈഃ തം വരുണത് ഗുരോജാസാന്നിധ്യേ സപുനഃ അനുഗാന ദൈത്യതനയാൻ ഭവദ്ഭക്തേ തത്വം പരമം അഭിവിജ്ഞാനം അശിഷത്. തത്ര ശങ്കാവിഷ്ടഃ സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വരുണപാശൈഃ തം വരുണാത് അരുണത് ഗുരോച്ഛ സാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേ തത്വം പരമവിജ്ഞാനം അശിഷത്. തദശങ്കാവിഷ്ടഃ സ പുനരതിദുഷ്ടോസ്യ ജനകോ ഗുരുക്ത്യാ തദ്ഗേഹേ കില വർണപാശൈഃ തമരുണത് ഗുരോച്ഛാസാന്നിധ്യേ സ പുനരനുഗാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേ തത്വം പരമമപി വിജ്ഞാനം
अशिषत् ततः शङ्का आविष्टः स पुनः अरितुष्टः अस्य जनकः गुरुक्त्याः तद्गेहे किल वर्णपाशैः तम् अरुणत् गुरोः च असान्निध्ये स पुनः अनूगान् दैत्यतनयान् भवद्भक्तः तत्त्वं परमम् अभिविज्ञानम् अशिषत् അനന്തരം പരമദുഷ്ടനായ അവൻ്റെ അച്ഛനായ ഹിരണ്യകശിപു ശങ്കയോടുകൂടിയവനായിട്ട് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് വീണ്ടും അവരുടെ ഗ്രഹത്തിൽ വർണ്ണപാശങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചു അത്രേ. അനന്തരം പരമദുഷ്ടനായ അവൻ്റെ അച്ഛനായ ഹിരണ്യകശിപു ശങ്കയോടുകൂടിയവനായിട്ട് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് വീണ്ടും അവരുടെ ഗ്രഹത്തിൽ വർണ്ണപാശങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചു അത്രേ. ആ പ്രഹ്ലാദനാവട്ടെ ഗുരു അവിടെ ഇല്ലാത്ത അവസരത്തിൽ അവിടെ കൂടെ ഉണ്ടായിരുന്ന കുമാരന്മാർക്ക് ഭഗവത്ഭക്തിയുടെ തത്വത്തെയും ഉത്കൃഷ്ടമായ ആത്മജ്ഞാനത്തെയും ഉപദേശിച്ചു. അനന്തരം പരമദുഷ്ടനായ അവൻ്റെ അച്ഛനായ ഹിരണ്യകശിപു ശങ്കയോടുകൂടിയവനായിട്ട് ഗുരുവിൻ്റെ ഉപദേശം കൊണ്ട് വീണ്ടും അവരുടെ ഗൃഹത്തിൽ വർണ്ണപാശങ്ങളെ കൊണ്ട് അവനെ ബന്ധിച്ചു അത്രേ. ആ പ്രഹ്ലാദനാവട്ടെ ഗുരു അവിടെ ഇല്ലാത്ത അവസരത്തിൽ കൂടെയുണ്ടായിരുന്ന അസുരകുമാരന്മാർക്ക് ഭഗവത്ഭക്തിയുടെ തത്വത്തെയും ഉത്കൃഷ്ടമായ ആത്മജ്ഞാനത്തെയും ഉപദേശിച്ചു അത്രേ. ഇപ്പോൾ നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 24-ാമത്തെ ദശകത്തിൽ 9-ാമത്തെ ശ്ലോകം വായിക്കാം. നരസിംഹ അവതാരത്തെ പറ്റിയൊക്കെയാണ് പറയുന്നത്. പ്രഹ്ലാദ ചരിത്രമാണല്ലോ. പിതാ ശൃണ്വൻ ബാലപ്രപരമഖിലം തസ്തുതിപരം ഋഷാന്തപ്രഹൈനം കുലഹതഃ കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗത്താച്ഛാപി സബലം ബലം മേ വൈകുണ്ഠ തവ ച ജഗതം ച അപി സബലം സ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ അയം അഗതീത്. പിതാ ശൃണ്വൻ ബാലപ്രവരമഖിലം തസ്തുതിപരം ഋഷാന്തഃ പ്രാഹൈനം കുലഹതഃ കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. പിതാ ശൃണ്വൻ ബാലപ്രപരമഖിലം തത്സ്തുതിപരം ഋഷാന്തപ്രാഹൈനം കുലഹതഃ കസ്തേ ബലമിതി ബലം മേ വൈകുണ്ഠസ്തവ ച ജഗതാം ചാപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരോയമഗതീത്. അവൻ്റെ അച്ഛൻ, അതായത് ഇതിൽ പറയുന്നത്, പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം തത് സ്തുതിപരം ഋഷ അന്തഃ പ്രാഹയേനം കുലഹതഃ കഹ തേ ബലം ഇതി ബലം മേ വൈകുണ്ഠഃ തപ ച ജഗതാം സ അപി സബലം സ ഏവ ത്രൈലോക്യം സകലമിതി ധീരഃ അയം അഗതീത്. പിതാ ശൃണ്വൻ ബാലപ്രകരം അഖിലം ത്വത് സ്തുതിപരം ഋഷ അന്തഃ പ്രാഹയേനം കുലഹതഃ കഹ തേ ബലം ഇതി ബലം മേ വൈകുണ്ഠഃ തവ ച ജഗതാം ച അപി സബലം സ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ അയം അഗതീത്. അവൻ്റെ അച്ഛൻ കുട്ടികളെല്ലാവരെയും അങ്ങയുടെ നാമസങ്കീർത്തനം ചെയ്യുന്നതിൽ ഉത്സുകന്മാരായി കേട്ട് കോപാന്തനായി, ഹേ കുലത്തേക്കെടുത്തവനെ, നിനക്കാരാണ് സഹായം എന്നിങ്ങനെ അവനോട് ചോദിച്ചു. എനിക്ക് വൈകുണ്ഠവാസിയായ ശ്രീ നാരായണമൂർത്തിയാണ് സഹായം. അങ്ങയ്ക്കും ചരാചരാത്മകമായ ഈ ലോകത്തിനും അദ്ദേഹം തന്നെയാണ് ബലം, ത്രൈലോക്യം മുഴുവനും അദ്ദേഹം തന്നെയാണ് എന്നിങ്ങനെ ധൈര്യത്തോടു കൂടി അവൻ ഉത്തരം പറഞ്ഞു. അവൻ്റെ അച്ഛൻ കുട്ടികളെല്ലാവരെയും അങ്ങയുടെ നാമസങ്കീർത്തനം ചെയ്യുന്നതിൽ ഉത്സുകന്മാരായി കണ്ടിട്ട് കോപാന്തനായി, ഹേ കുലത്തേക്കെടുത്തവനെ, നിനക്കാരാണ് സഹായം എന്നിങ്ങനെ അവനോട് ചോദിച്ചു. എനിക്ക് വൈകുണ്ഠവാസിയായ ശ്രീ നാരായണമൂർത്തിയാണ് സഹായം. അങ്ങയ്ക്കും ചരചരാത്മകമായ ഈ ലോകത്തിനും അദ്ദേഹം തന്നെയാണ് ബലം, ത്രൈലോക്യം മുഴുവനും അദ്ദേഹം തന്നെയാണ് എന്നിങ്ങനെ ധൈര്യത്തോടു കൂടി അവൻ ഉത്തരം പറഞ്ഞു. 10-ാമത്തെ ശ്ലോകം. അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രബിന്ദേ സ്മ സ്തംഭം ചലിതകരവാലോദിതി സുതഃ അതഃ പശ്ചാത് വിഷ്ണോ നഹി വദിതി മീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മനഃ പവനപുരവാസീൻ മൃഡയാമാം. അരേ ക്വാസൗ സകല ജഗദാത്മാ ഹരിരിതി പ്രബിന്ദേ സ്മത്സംഭം ചലിതകരവാലോദിതി സുതഃ അതഃ പശ്ചാത് വിഷ്ണോ നഹി വദിതി മീശോസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മന പവനപുരവാസീൻ മൃഡയമാം. അരേ
क्वासौ हरे क असौ हरे क असौ सकलजगदात्मा हरिः इति प्रबिन्दे स्म स्तम्भं चलितकरवालः दिदिसुतः अतः पश्चात् विष्णोः न हि वदितुम् ईशः अस्मिन् सहसा कृपात्मन् विश्वात्मन् പവനപുരവാസീൻ മൃഡയമാം. അസുരനായ ഹിരണ്യകശിപു കൈവാൾ ഇളക്കിക്കൊണ്ട് ലോകങ്ങൾക്കെല്ലാം ആത്മസ്വരൂപിയായിരിക്കുന്ന വിഷ്ണു എവിടെ, അവൻ എവിടെ എന്ന് അലറിക്കൊണ്ട് തൂണിനെ ആഞ്ഞുവെട്ടി. ഹേ സർവവ്യാപിയായ ഭഗവാൻ, അതിനപ്പുറം പെട്ടെന്ന് പറയുന്നതിന് ഞാൻ ശക്തനല്ല. ഹേ കൃപാലുവായ വിശ്വമൂർത്തി, ഗുരുവായൂർ പുരേശ, എന്നെ കാത്തരുളേണമേ. അസുരനായ ഹിരണ്യകശിപു കൈവാൾ ഇളക്കിക്കൊണ്ട് ലോകങ്ങൾക്കെല്ലാം ആത്മസ്വരൂപിയായിരിക്കുന്ന ഈ വിഷ്ണു എവിടെ, അവൻ എവിടെ എന്ന് അലറിക്കൊണ്ട് തൂണിനെ ആഞ്ഞുവെട്ടി. ഹേ സർവസ്വ്യാപിയായ ഭഗവാൻ, അതിനപ്പുറം പെട്ടെന്ന് പറയുന്നതിന് ഞാൻ ശക്തനല്ല. ഹേ കൃപാലുവായ വിശ്വമൂർത്തി, ഗുരുവായൂർ പുരേശ, എന്നെ കാത്തരുളേണമേ. 24-ാമത്തെ ദശകം മുഴുവൻ വായിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. 24-ാമത്തെ ദശകം മുഴുവൻ വായിക്കുകയാണ്. ഹിരണ്യാക്ഷി പൗത്രി പ്രവരവപുഷ ദേവ ഭവത ഹതേ ശോകക്രോധഗ്ലപിതധൃതിഃ ഏതസ്യ സഹജഃ ഹിരണ്യപ്രാരംഭഃ കശിപുഃ അമര ആരാധി സദസി പ്രതിജ്ഞാം ആതേന തവ കില വദാർത്ഥം മധുരിഭൂം വിദാതാരം ഘോരം സകരു തപസിത്വാ ന ചിരതഃ പുരഃ സാക്ഷാത് കുർവൻ സുരനരമൃഗ ആദ്യൈഃ അനിധനം വരം ലബ്ധ്വാ തൃപ്തഃ ജഗത് ഇഹ ഭവത് നായകമിദം പരിക്ഷുന്ദൻ ഇന്ദ്രാത് അഹരത ദിവത്വാം അഗണയൻ നിഹന്തും ത്വാം ഭൂയഃ തവ പദം അവാപ്തസ്യ ചരിഭോഃ ബഹിഃ ദൃഷ്ടേ അന്തർജതി തേ ഹൃദയേ സൂക്ഷ്മവപുഷാം നതനുച്ചൈഃ തത്രാപി അഖിലഭുവന അന്തെ ച മൃഗയൻ വിയായാദം മതഃ സകലോ ജീതകാശീനിവൃതേ തതഃ അസ്യ ബഹാദഃ സമജനിസുതഃ ഗർഭവസതൗ മുനെ വീണാപാണേ അധിഗതഭവത് ഭക്തിമഹിമാം സവൈഃ ജാത്യാ ദൈത്യശിശു അഭി സമേത്യ ത്വയി രതിം ഗതഃ ത്വദ്ഭക്താനാം വരദപരമ ഉദാഹരണതാം സുരാരിണാം ഹാസ്യം തവ ചരണദാസ്യം നിജസുതേ സ ദൃഷ്ട്വാ ദുഷ്ടാത്മാ ഗുരുഭിः അശിക്ഷിഷത് ചിരമവും ഗുരുപ്രോക്തം സസൗ ഇദമിദം അഭദ്രായ ദൃഢമിതി അപാകുർവൻ സർവം തവ ചരണഭക്ത്യാ ഏവ വവൃതേ അതിഥേഷു ശ്രേഷ്ഠം കിം ഇതി പരിപുഷ്ടേ അധതനയേ ഭവദ്ഭക്തിം പര്യാം അധിഗതതി പര്യാകുലയിതിഃ ഗുരുഭ്യഃ രോഷിത്വാ സഹജമതിഃ അസ്യ ഇതി അഭിവദൻ വദ ഉപായാൻ അസ്മിൻ വദനുത ഭവത്പാണശരണേ സശൂലൈഃ ആവിദ്ദസ്സുബഹുമതിതഃ ദിഗ്ഗജഗണൈഃ മഹാസർപ്പൈഃ ദഷ്ടഭി അനശനകര ആഹാരവിദൂതഃ ഗിരീന്ദ്രവക്ഷിപ്തഃ അഭി അഹഃ പരമാത്മാൻ ഐ വിഭോ ത്വയി ന്യസ്ത ആത്മത്വാത് കിമപി ന നിപീഡാം അപജതാം തതകശങ്കാ ആവിഷ്ടഃ സ പുനഃ അതിദൃഷ്ടഃ അസ്യ ജനകഃ ഗുരുപ്യാ തദ്ഗേഹേ കില വർണപാശൈഃ തം വർണത് ഗുരോഃ ച സാന്നിധ്യേ സ പുനഃ അനൂകാൻ ദൈത്യതനയാൻ ഭവദ്ഭക്തേ തത്വം പരമം അഭിവിജ്ഞാനം അശിഷത് പിതാ ശൃണ്വൻ ബാലപ്രകാരം പ്രകരം അഖിലം ത്വത്സ്തുതിപരം തൃഷാ അന്തഃ പ്രാഹയേനം കുലഹതഃ കഹ തേ ബലം ഇതി ബലം മേ വൈകുണ്ഠത്തവ ച ജഗതാം സ അഭിസബലം സ ഏവ ത്രൈലോക്യം സകലം ഇതി ധീരഃ അയമഗതീത് അരേ ക്വ അസൗ സകലജഗദാത്മാ ഹരിഃ ഇതി പ്രബിന്ദേ സ്മ സ്തംഭം ചലിതകരവാളഃ ദിതിസുതഃ അധഃ പശ്ചാത് വിഷ്ണോഃ ന ഹി വദിതും ഈശഃ അസ്മി സഹസാ കൃപാത്മൻ വിശ്വാത്മൻ പവനപുരവാസീം മൃഡയമാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.